പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നത്. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇതിൽ ഒരാൾ മാത്രം ഈ കൂട്ടത്തിൽ ഇപ്പോൾ ഇല്ല. ആരാന്ന് വെച്ചാൽ അത് തുമ്പിയുടെ കാര്യം പറയാം. അപ്പോൾ ഇവർക്കെല്ലാം ഫുഡ് കൊടുക്കാനുള്ള ടൈമാണ്. അപ്പോൾ പാത്രങ്ങൾ എല്ലാവരുടേത് നിരത്തി വെച്ചിരിക്കുകയാണ്. വേണ്ട, അപ്പം എന്താ കീക്കും എല്ലാം വെയിറ്റിംഗ്, എല്ലാവരും വെയിറ്റിംഗാണ്. അണ്ണാ ഫുഡ് കൊടുത്തോ, ഫുഡ് വിട്. ജാക്കി വാ, ജാക്കി ചോറ് വേണ്ടേ? അതിനകത്ത് പട്ടിക്കുട്ടിനകത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ആകാംക്ഷ ഭരിതരായി ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഓരോരുത്തര് മറ്റേ ചെറിയ ബക്കറ്റിപ്പം തുറക്കണ്ട, അത് ലാസ്റ്റ് കൊടുത്താൽ മതി. ഒരു തവി ഇട്ടാൽ മതി, പിന്നെ വേണമെങ്കിൽ രണ്ടാമത് ഇട്ട് കൊടുത്താൽ മതി, അല്ല വേസ്റ്റ് ആക്കും അവർ. ഇതാണ് ഇപ്പോൾ എല്ലാവരും നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ടോ, ലൈനായിട്ട് ഓരോരുത്തരും അവരോരോ പാത്രങ്ങളിൽ നിന്ന് കഴിക്കുകയാണ്. ശല്യമൊന്നുമില്ല, ഒരുമിച്ച് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. സെപ്പറേറ്റ് പാത്രങ്ങളിലാകുമ്പോഴത്തേക്ക് അവർ വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല, ഇങ്ങനെ നിന്ന് കഴിച്ചോളും. ഇതിപ്പം അതിൻ്റെ കൂടെ ചിക്കൻ ജിമ്മിയുടെ പാത്രത്തിൽ പോയാൽ എന്താ പറയുക, ബക്കറ്റിൽ സ്പെഷ്യലായിട്ട് ചിക്കൻ ഉണ്ട്. അതായത് ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്ന ഷവർമയുടെ ബാക്കിയുണ്ട്. അപ്പം അത് കണ്ടപ്പോഴത്തേക്കാണ് ഓരോരുത്തരും അവരെ പാത്രം വിട്ട് അണ്ണൻ്റെ അടുത്തോട്ട് പോകുന്നത്. തിന്നെ പെട്ടെന്ന് തിന്നല്ലാരും. റാണിക്ക് ഇത്രയും ചോറിട്ടേന്ന് തന്നെ അവളത്രയും കഴിക്കൂല, അവൾ ശകലേ കഴിക്കൂ. കീക്കു എന്തോ തന്നെയാണ് ചോറ് തിന്നില്ല. ചോറ് തിന്നുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യരുത്, സംസാരിക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല. ഞാനും എന്തോ മതിയാക്കിയ, ഞാനും ഇനി മാറ്റി ഇറച്ചി ഇറക്കി പോവുക. ഞാനും ഇനി വാ. നീ ചോറ് കളഞ്ഞിട്ട് അണ്ണൻ്റെ പുറക്കാട്ടാക്കുന്ന. ജിമ്മി പോയി ചോറെടുത്ത് തിന്നെ. ആ ബക്കറ്റ് ഇതുവരെ കല്ലായില്ലേ? തിന്നെ ഇറച്ചിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ വെഞ്ഞിപ്പോൾ കഴിച്ചു. മീനായിരുന്നു ഇന്ന്. അപ്പോൾ സ്പെഷ്യൽ ഇങ്ങനെ എല്ലാ ദിവസവും ഷവായുടെ ഇത് കാണും അവർക്ക് സ്പെഷ്യൽ. എത്ര തിന്നാലും കൊതിയ ഇറച്ചി. താക്കു പാപ്പോ ഉണ്ടിട്ടിണ്ണേ, അത് വിളിച്ചതിന് വേണ്ടി ഇതാ പോകും. എൻ്റെ അടുത്തോട്ടല്ലേ, അണ്ണൻ്റെ അടുത്തോട്ടാ ഇറച്ചിക്കാ. ചക്കി പോയി ചോറ് തിന്നണ്ട, ഇറച്ചി ഉച്ചയ്ക്ക് കൊടുത്തു കഴിഞ്ഞാലുള്ള കുഴപ്പം ഇതാ, പിന്നെ ചോറ് കഴിക്കത്തില്ല. ചക്കി അതിൽ നിന്ന് എടുക്കാതാ. ചക്കി നിന്റെ പാത്രത്തിൽ പോയിട്ട് ചെല്ലി വാ, ഇനി മാറ് എവിടെ പോ. റാണി പോ ഇച്ചിട്ട് പോ. അവള് പൊയ്ക്കോളും പോണ്ട കൂടാ, അവള് പൊയ്ക്കോളും. ഒന്ന് ചോറ് നിന്നിട്ട് ഇച്ചിടാൻ പോകുന്ന പോക്കാണത്. ജിമ്മി അങ്ങ് പോയി കഴിഞ്ഞതോ അങ്ങ് ഇപ്പോണ്ട്. അടുത്ത ഓരോരുത്തരായിട്ട് പോവുകയാണേ. കഴിഞ്ഞ നവംബർ മാസം ഞങ്ങൾക്ക് മൊത്തം ടെൻഷൻ തന്നെയായിരുന്നു. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യമല്ല, നമുക്ക് മൂന്ന് പ്രശ്നങ്ങളായിരുന്നു. ഓരോ ദിവസവും നമ്മൾ എങ്ങനെയൊക്കെയോ കഴിഞ്ഞ് മുന്നോട്ട് പോയതെന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റാണിയായിരുന്നു ഒരു പ്രശ്നം ഉണ്ടാക്കിയത്. അവൾ മതിൽ ചാടുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ ഒരു ദിവസം അവൾ മതിൽ ചാടി, ആ കാണുന്ന ഗേറ്റിൻ്റെ അപ്പുറത്തുള്ള ഭാഗത്തു നിന്ന് അവൾ മതിൽ ചാടി ഫ്രണ്ടിൽ വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ഡോഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവളുടെ പുറത്ത് ചാടി വീണ് അവനെ ഞാൻ ഓടി വെളിയിൽ ചെന്നപ്പോഴത്തേക്ക് ഇവളെ ഞാൻ പിടിച്ച് അകത്ത് കയറ്റി. പക്ഷെ അവളെ മുഖത്ത് അന്നേരം ഒരു സ്ക്രാച്ച് പോലെ കണ്ട്. അപ്പം എന്തുവാണെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. കാരണം ഇവള് മതിൽ ചാടിയ സ്ഥലത്ത് നമ്മൾ ഷീറ്റ്, അതായത് തകരത്തിൻ്റെ ഷീറ്റ് മതിലിൻ്റെ മുകളിൽ ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് അവൾ ചാടിയോണ്ട് അതുകൊണ്ട് മുറിഞ്ഞതാണ്. ഈ ഡോഗ് ഇവളെ പുറത്ത് ചാടി വീണപ്പം എങ്ങാനും കൊണ്ടതാണോ എന്ന് അറിയാൻ വയ്യ. അപ്പോൾ അതൊരു ടെൻഷനായി. നമ്മൾ അപ്പോഴും തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവളെ ഇഞ്ചക്ഷൻ എടുത്ത്. അപ്പോൾ മൊത്തം 5 ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം 1 മാസം കൊണ്ടാണ് ഈ 5 ഇഞ്ചക്ഷൻ, അതായത് 28 ദിവസങ്ങളിലായിട്ടാണ് ഈ 5 ഇഞ്ചക്ഷൻ എടുക്കേണ്ടത്. അതുമാത്രമല്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് നല്ല ശ്രദ്ധിച്ച് വേണം ഹാൻഡിൽ ചെയ്യാനെ കൊണ്ട്. അപ്പോൾ അവളെ ഐസൊലേഷനിലാക്കാൻ പറഞ്ഞു, ഒറ്റയ്ക്ക് ഒരു കൂട്ടിലിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ഫുള്ളായിട്ട് ഞങ്ങളിത് ഈ ഒരു കൂട്ടിലാണ് ഇട്ടിരുന്നത്, രാവും പകലും അല്ല. അപ്പോൾ അതുകൊണ്ട് ഈ കൂട്ടിലിട്ടിട്ടും കാര്യമില്ല. കാരണം ഇവർ തുറന്നു വിടുമ്പോൾ ഇവർ വന്ന് അവളെ
നക്കിയെടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി എല്ലാവരെയും ഞങ്ങൾ സെപ്പറേറ്റ് കൂടുകളിലാക്കി ഫുൾ ഒരു മാസം ഇട്ടിരുന്നത്. ഒരു മാസമല്ല, ഏതാണ്ട് ഒരു ഡോക്ടർ 28 ദിവസമാണെങ്കിൽ പറഞ്ഞതെങ്കിലും ഞങ്ങൾ ഏതാണ്ട് ഒരു 35 ദിവസത്തോളം ഇവരെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാസം ഞങ്ങൾ വല്ലാത്തൊരു സാഹചര്യത്തിൽ കൂടെയാണ് കഴിഞ്ഞു പോയത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കോഴികൾ കംപ്ലീറ്റ് ഇപ്പോൾ ഇല്ല. ഞങ്ങൾക്ക് ഇപ്പം കോഴികളെന്ന് പറയാൻ ഇതൊരെണ്ണം, ഇത് മാത്രം, അതും വയ്യാതിരിക്കുകയാണ്. പിന്നെ ഒരാൾ കാണിച്ചു തരാം. ഈ ഒരു കോഴിയും കൂടെ മാത്രമേ ഞങ്ങൾക്കിപ്പോൾ ഉള്ളൂ. ബാക്കി ഞങ്ങളുടെ എല്ലാ പൂവൻ കോഴികളും പെടക്കോഴികളും എല്ലാം ചത്ത്. ഇതിനായിട്ട് അസുഖം ആദ്യം ഒരാൾക്കൊരു അസുഖം വന്നു. അതുപോലെ ഉച്ചയ്ക്ക് വന്ന് നോക്കിയപ്പോൾ ഒരെണ്ണം വയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നു, ശ്വാസം എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ട്. അപ്പം ഞാൻ കുറച്ച് മഞ്ഞളും പച്ചമരുന്നെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് പോയത്. പക്ഷെ കൊടുത്തിട്ട് പോയെങ്കിലും വൈകുന്നേരം നമ്മൾ സന്ധ്യയ്ക്ക് അന്ന് ലേറ്റായിട്ടാണ്, കടയിൽ വർക്ക് ഉണ്ടായിട്ട് വരാൻ പറ്റിയില്ല, ലേറ്റായിട്ടാണ് വന്ന് നോക്കിയപ്പോഴത്തേക്ക് അത് ചത്തിരുന്നു. എന്തെങ്കിലും പെട്ടെന്നുള്ള അസുഖം എന്തെങ്കിലും ആയിരിക്കും എന്ന് കരുതി നമ്മളത് അത്ര കാര്യമാക്കി എടുത്തില്ല. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ കാണാൻ ബാക്കിയുള്ളൊരു 4 കോഴി ഇതേ സെയിം സിംറ്റംസ് കാണിച്ചും കൊണ്ട് ഈ ബാക്കിയുള്ള 4 കോഴികളും ഇതുപോലെ തന്നെ അവിടെ ഇവിടെ അനങ്ങാൻ വയ്യാതെ ചെറിയ തുമ്മൽ, കഫക്കെട്ട്. ഇതാണ് അവരുടെ മെയിൻ ലക്ഷണം. അസുഖത്തിൻ്റെ മെയിൻ ലക്ഷണം തുമ്മലും കഫക്കെട്ടുമാണ്. അത് കഫം അങ്ങ് ഒരൊറ്റ ദിവസം കൊണ്ട് കഫം ഫുള്ള് നിറഞ്ഞിട്ട് അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെ നിന്നിട്ട് ഒന്നുകിൽ ഇപ്പോൾ രാവിലെയാണ് അസുഖം കാണിക്കുന്നതെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത് മരിക്കും, അല്ലെങ്കിൽ പിറ്റേന്ന് അതിൻ്റെ അടുത്ത ദിവസം മരിക്കും. നമ്മൾ എന്ത് മരുന്ന് കൊടുത്താലും രക്ഷയില്ല. ഞാനാണെങ്കിൽ മൃഗാശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ട് കാര്യം പറഞ്ഞ് മരുന്ന് കൊടുത്ത് ഓരോ ദിവസം ഓരോരുത്തർ ചാവുന്നതനുസരിച്ച് ഞാൻ ഡോക്ടറെ വിളിക്കും. ഡോക്ടർ ഓരോരോ മരുന്ന് മാറ്റി തരും. അതെല്ലാം ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് പച്ചമരുന്നും ചെയ്തിട്ടൊന്നും ഒരു രക്ഷയില്ല. ഇതിന് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടുത്താനേ പറ്റുന്നില്ല. അങ്ങനെ എല്ലാ കോഴികളും 3 ഓരോന്നും 2 ഒക്കെ ആയിട്ട് ശ്വാസം എടുക്കാൻ മേതെ, കഫം നിറഞ്ഞ് ശ്വാസം എടുക്കാൻ മേതെ എല്ലാ കോഴികളും ചത്തു. ഇനിയിപ്പോൾ ആ ഒരെണ്ണം ഇത് ഇവിടെ നിൽക്കുന്ന ഇവളും മാത്രമേ ഇനിയുള്ളൂ. ഇതും നമ്മളിപ്പോൾ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അസുഖം ഇതിന് വരാതിരിക്കാനും അതിന് അസുഖം വന്നത് മാറാനും വേണ്ടി. അതിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അതായത് റാണിയുടെ ഐസൊലേഷൻ നടക്കുന്ന ഓരോ കൂട്ടിൽ ആപ്പടെ 2-3 കൂടുകളേ ഉള്ളൂ. അപ്പം റാണിയുടെ ഐസൊലേഷൻ നടക്കുന്ന, അപ്പോൾ എല്ലാവരെയും സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിരിക്കുന്നു. കോഴിക്ക് സുഖമില്ല. അതിൻ്റെ ഇടയ്ക്ക് 2 പെൺകുട്ടികൾ ഹീറ്റായി. ആരൊക്കെയാ? ചക്കിയും ജാനുവും ഹീറ്റായപ്പോഴത്തേക്ക് പിന്നെ ഇവന്മാർ 2 ഭയങ്കരമായിട്ട് വയലൻ്റായി. ജാക്കിയും ജിമ്മിയും അവരെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. ഭയങ്കര പാടായിരുന്നു. ഒരു തരത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ. ഇപ്പം നമ്മൾ തുറന്നു വിടുമ്പോഴത്തേക്ക് എല്ലാവരും ഒരുമിച്ച് തുറന്നു വിടാകത്തില്ലല്ലോ. ഇപ്പോൾ റാണിയെ കൊണ്ടുപോയിട്ട് വന്ന് കൂട്ടിലാക്കിയതിന് ശേഷമാണ് അടുത്ത കൂട്ടി കിടക്കുന്ന ഓരോരുത്തരും തുറന്നു വിടുക. അപ്പം പിന്നെ ഹീറ്റായ പെൺപിള്ളേരെയും ഈ ബോയ്സിൻ്റെ കൂടെ തുറന്നു വിടാൻ ഒക്കത്തില്ല, ബാത്റൂമിൽ പോകാനൊക്കെ, 1-2 പോകാനേ. അപ്പോൾ അവരെ ഓരോരുത്തരായിട്ട് അപ്പോൾ ഓരോ സെക്ഷൻ അനുസരിച്ച് നമുക്ക് ടോയ്ലറ്റിലൊക്കെ ഇതിനെ പറഞ്ഞു വിടേണ്ട അവസ്ഥയും കൊണ്ടുപോകണം, തിരിച്ചു കൊണ്ടുവന്ന് അപ്പോഴേ കൂട്ടിലടയ്ക്കണം. ചുരുക്കം പറഞ്ഞാൽ ഒരു മാസം എല്ലാവരും ഐസൊലേഷനിലായിരുന്നു. ആരെയും ഫ്രീ ആയിട്ട് തുറന്നു വിടാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. എല്ലാവരും കൂട്ടിലുമായിരുന്നു. മാളം ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. ഇതിന്ന് രാവിലെ പെൺപിള്ളേർ ആരാണ്ടൊക്കെ പണിഞ്ഞതാ. ഇത് മതിൽ ചാടിയ ഭാഗം കാണിച്ചു തരാം. പിന്നെ ശുശ്വയിക്കണാക്കിക്കോ ഇത് കണ്ട, ഇതുവഴിയാണ് അവൾ ചാടിയത്. അപ്പോൾ എനിക്ക് ഒന്ന് ചാടിയപ്പോഴത്തേക്ക് ഈ സൈഡിൽ ഇവിടെ കൊണ്ടുവന്നാണ്ട് അവളുടെ മുഖം മുറിഞ്ഞു. ഇവിടുന്ന് ചാടിയിട്ടാണ് അവൾ അതുവഴി ഇതാണ്ട അങ്ങ് ഫ്രണ്ടിൽ പോയപ്പോഴാണ് ഒരു ഡോഗ് അവിടെ നിന്നത്. ഇവളെ പുറത്ത് ചാടി വീഴുന്നത് ഞാൻ കണ്ടത്. അപ്പോഴേ ഇതുകൊണ്ട് മുറിഞ്ഞതാണോ അതോ ഞാൻ അത് ചാടി വീണപ്പോൾ മുറിഞ്ഞതാണോ എന്ന് നമുക്ക് ഡൗട്ടായതുകൊണ്ടാണ് എന്തായാലും കൊണ്ടുപോയി വാക്സിനും എടുത്ത് അവളെ ഐസൊലേഷനും ചെയ്ത് കഴിഞ്ഞത്. പക്ഷെ ഇതുകൊണ്ട് മുറിയാനായിരുന്നു സാധ്യത. കാരണം ആ മുറിവിൻ്റെ ഷേപ്പ് കണ്ടിട്ട് ഇങ്ങനെ എന്തോ കൊണ്ട് പോറിയതാണ്. കാരണം പല്ലുകൊണ്ട് ഇതായ കണക്കല്ലായിരുന്നു. എന്നാലും നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവളെ നമ്മൾ ഐസൊലേഷൻ ചെയ്തിട്ട് ഫുൾ വാക്സിനേഷനും എടുത്ത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, 2 ആഴ്ച മുമ്പുള്ള വീഡിയോ ആണ്. അതിനു മുമ്പ് നമ്മൾ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇതൊക്കെയായിരുന്നു പ്രശ്നം. അപ്പോൾ ഇത് ഇത്രയും ചെയ്ത് വെച്ചിട്ട് നിൽക്കുവേണ്ട. എല്ലാവരും പാവമാണെന്ന് പറഞ്ഞില്ലേ? ഈ പാവം പിടിച്ച കാന്താരി ചെയ്ത പണിയുണ്ട. മതിൽ ചാട്ടം കൂടി
ഒരു പട്ടിയുടെ മുന്നിൽ ചെന്ന് ചാടി കൊടുത്ത് ഞങ്ങൾക്ക് പ്രശ്നമാക്കി വെച്ച് അല്ലേ. ഫുൾ ടെൻഷൻ ഒന്നുമില്ലടി ഒരു മാസം. എടി റാണി റാണി ഇവിടെ വേടി ഇവിടെ വേടി. നോക്കാത്തണ്ടോ കള്ളി പെണ്ണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ട് നോക്കാതെ നിൽക്കുന്നുണ്ടോ അവള്. നിമ്മി അവിടെ എന്താ എടുക്കുന്നത്? എല്ലാവരും ഇവിടെ ഉണ്ട്. എന്ത്? അയ്യോ ജാക്കി താഴെ ഇരിക്കുന്നു. ജാക്കി ഇനി വാ. ടാക്കു പാപ്പാ ഇനി വാ 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 ജാക്കി. ഓ ജിമ്മി താഴോട്ട് പോയി. ഇനി വാ എല്ലാവരും ഇനി വാ. ഓ എല്ലാ എണ്ണവും താഴെ പോയി. ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ എല്ലാം അങ്ങോട്ട് പോകും. അതാണ് ഇവിടുത്തെ പിള്ളേർ. ജിമ്മി ഇനി വാ. ആയിരുന്നു ഇവരെ കൊണ്ട് നമുക്ക് ആദ്യമായിട്ടൊരു പ്രശ്നം ഉണ്ടായതാണ്. ഇവരെ കൊണ്ടല്ലതാ ഈ വരുന്ന സാധനത്തിനെ കൊണ്ടാണ്. ഡേയ് നോക്കടിങ്ങോട്ട് കോളി പെണ്ണേ. ഇനി നീ മതിലാടോങ്ങി നിന്നെ ഇവിടെ നീ നാട് കിടത്തും നോക്കിക്കോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ മരുന്ന് കൊടുക്കാനായിട്ട് വന്നത് അത് കോഴി രക്ഷപ്പെടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. എന്നാലും മരുന്ന് നമ്മൾ കൊടുക്കുക. അത് കാരണം ഇപ്പോൾ ഉച്ചയ്ക്ക് ഞാനും അണ്ണനും എല്ലാ ദിവസവും കടയടച്ചിട്ട് വീട്ടിൽ വരും. കാരണം ഈ കോഴിക്ക് ഈ അസുഖമായതുകൊണ്ട് 3 നേരം മരുന്ന് കൊടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളിതാ ഈ മരുന്നാണ് കൊടുക്കുന്നത്. മറ്റേ ഡോക്ടർ തന്ന മരുന്നിനൊന്നും ഒരു രക്ഷയില്ല. എല്ലാം ഒരു വല്ലാത്ത കണ്ടീഷനായത്. എന്ത് തുമ്പിയുടെ കാര്യം പറഞ്ഞില്ലല്ലോ. കാരണം ഈ തുമ്പിയെ ഈ വീഡിയോയിൽ ഇപ്പോൾ ഇതുവരെ ഞാൻ കാണിച്ചില്ല. അപ്പോൾ തുമ്പിയുടെ കാര്യം കൂടെ ഞാൻ പറയാം. വേറൊന്നുമല്ല, എന്താ കോഴിയുടെ മരുന്നെടുത്ത് താഴെ കൊണ്ടുപോട്ടെ. തുമ്പിയെ നമ്മൾ സർജറി ചെയ്തു. വാ എല്ലാവരും വാ താഴെ പോതാ. റാണി അവൾ വരത്തില്ല. കാരണം അണ്ണൻ അവിടെ നിൽക്കുക. അണ്ണൻ വന്നെങ്കിലേ റാണി വരത്തുള്ളൂ. ഇപ്പോൾ ചാമ്പലി പോയി കിടക്കുന്നു. വാ എവിടെയാ ചോറ് കഴിച്ച് ഇച്ചിയൊക്കെ ഇട്ട് സുസ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂട്ടി കയറാം. വാ എല്ലാവരും വാ എല്ലാവരും വാ. ജിമ്മി വാ. ജാക്കി വാ. പോടേ പോടേ അങ്ങോട്ട് പോടേ പോടേ പോടേ. മണിക്കുട്ടിയുടെ പോക്കുണ്ട്. ഓടിയാ മണിക്കുട്ടി ഓടിയാ നോക്കട്ടെ. പാലും കറക്കി കറക്കി ഓടുന്ന നോക്കട്ടെ. പോട്ടെ 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 പോടേ അങ്ങോട്ട്. ഞാൻ ഇപ്പൊ മറിഞ്ഞു വീണ വേണ്ട. അപ്പം തുമ്പിയുടെ കാര്യം പറയാം. തുമ്പിക്ക് നമ്മൾ സർജറി ചെയ്തു. സർജറി ചെയ്ത് ഇന്നിപ്പോൾ എത്ര ദിവസമായി? 10 ദിവസമായി തുമ്പിയുടെ സർജറി കഴിഞ്ഞിട്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. ആദ്യം ഒരു 5-6 ദിവസം അവൾ പ്രശ്നമായിരുന്നു. ജിമ്മി കൂട്ടി കേട് കൂട്ടി കയറ്. ജിമ്മി കൂട്ടി കയറ്. അതിന് ഞാൻ ചെന്നെങ്കിൽ അവൻ കൂട്ടി കയറത്തോളൂ, അല്ലെങ്കിൽ അവൻ കയറത്തില്ല. അണ്ണനെ അവന് പേടിയില്ല. ഇപ്പോൾ എന്നെയാണ് പേടി കേട്ടോ. ഇല്ല ഐസൊലേഷൻ റാണീനെ ഐസൊലേഷൻ ആക്കിയിരുന്ന ടൈമിൽ എല്ലാവരെയും സെപ്പറേറ്റ് ആക്കിയപ്പോഴത്തേക്കൊക്കെ ഇവനെയും കൂട്ടിലായിരുന്നു. അടിയാൻ തരും. വന്നില്ലെങ്കിൽ അടിക്കും ഞാൻ. വാ കണ്ട കളിച്ചിരിക്കുന്നുണ്ട. അടി തരും. വാ കൂട്ടി കയറാം. കയറ് കൂട്ടി കയറ്. ആ ഒന്ന് ദേഷിച്ചില്ലെങ്കിൽ പറ്റത്തില്ല അവന്. അതെന്നാൽ റാണി ഐസൊലേഷൻ ആക്കിയ ടൈമിൽ ഇവനും എല്ലാവരും സെപ്പറേറ്റ് കൂട്ടുകളിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കൂട്ട് കയറാനും പറഞ്ഞാൽ ഇച്ചിരി ഒരു മയമൊക്കെ ഉണ്ട് ജിമ്മിക്ക്. അല്ലെങ്കിൽ നമ്മളെ ദേഷിച്ച് നമ്മളെ കടിക്കാനൊക്കെ നീടേ പാടേ കൂട്ടി കയറണ്ടേ. വാ പിന്നെ കളിക്കാം. ഇനി വൈകുന്നേരം കളിക്കാം. ഞങ്ങൾക്ക് ഇങ്ങോട്ട് ജോലിക്ക് പോകണം. നീ തങ്ങളോട് കളിച്ചോണ്ടിരിക്കണടാ കൊരങ്ങൻ ചെറുക്ക. വാടാ ഇങ്ങോട്ട് വാടേ ചെറുക്ക. പാടേ കൂട്ടി കയറാൻ വിളിച്ചിട്ട് ഒരുത്തി വരാതെ ഇവിടെ ഇങ്ങനെ നിൽക്കുക. വാ കൂട്ടി കയറി വാ. സാധാരണ വരുന്നതാണല്ലോ. എന്നും തെറ്റി ആ മനസ്സില്ലെന്നങ്ങ് പള്ളിച്ചെന്ന് പറഞ്ഞാൽ മതി. മര്യാദക്ക് പാടി കൂട്ടി കയറാൻ. വാ ബെൽറ്റി പിടിച്ച് വലിക്കും ഞാൻ. അല്ലെങ്കിൽ വാ ഇങ്ങോട്ട്. അപ്പോൾ സ്നേഹിക്കൊന്നും വേണ്ട. ഇയാൾക്ക് ഭയങ്കര സ്നേഹമാണെന്ന് നമുക്കറിയാം. ഇയാൾ ഇങ്ങോട്ട് വന്നോണ്ടാ മതി. ഇയാളിങ്ങോട്ട് വാടേ. ഈ പെണ്ണ് കൂട്ടി കയറുന്നില്ല. പിടിച്ച് കയറ്റ്. ഓ ദോ കമ്പ് കൊണ്ടുവരുന്നു. പടി കിട്ടും വയറ്റിക്ക്. ഓ ദോ ദേശി അച്ചായി വിളിയുന്നു. വാ ചാടി വാ. എവിടെയാ വരുത്. നമ്മുടെ തുമ്പി ദാണ്ട ഇവിടെ ഉണ്ട്. തുമ്പിയുടെ സർജറിയൊക്കെ കഴിഞ്ഞു. ഇന്ന് 10 ദിവസമായി. കുഴപ്പം പ്രശ്നങ്ങളൊന്നും ദൈവം സഹായിച്ചു ഇതുവരെ ഇല്ല. ഒരു 5-6 ദിവസം ഫുഡ് കഴിക്കാനൊക്കെ വലിയ പാടായിരുന്നു ആള്. ഫുഡ് ഭയങ്കര ഛർദിൽ 2-3 ദിവസമൊക്കെ ഛർദിലൊക്കെ ഉണ്ടായിരുന്നു ആളിന്. അന്നേരം ഒത്തിരി ക്ഷീണിച്ചായിരുന്നു. ഇപ്പം കുഴപ്പമില്ല. അവൾ ഫുഡ് കഴിച്ചു തുടങ്ങി. ഇനി ഒരു 3-4 ദിവസം കൂടെ അവളെ ഇങ്ങനെ നമ്മൾ അകത്ത് വെച്ച് കയറാം. മറ്റൊരു കൂട്ടത്തിൽ വിടാൻ പറ്റില്ല. കാരണം കടിപിടി കൂടിയേ പ്രശ്നമാവും. അതുകൊണ്ട് മറ്റൊരു കൂട്ടത്തിൽ വിടാൻ പറ്റില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമ്മളിവിടെ റൂമിനകത്താണ് അവളെ കിടത്തിയിരിക്കുന്നത്.
ചങ്ങല ഇട്ടിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നശിപ്പിക്കും. അപ്പോൾ അവൾ ഓട്ടവും ചാട്ടവും ഇല്ലാണ്ട് ഫുഡൊക്കെ അത്യാവശ്യം കഴിക്കുന്നുണ്ട്, വലിയ പ്രശ്നമില്ലാതെ പോകുന്നു, ദൈവം സഹായിച്ച്. അങ്ങനെ ഇതുപോലെ 3-4 സംഭവങ്ങൾ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോഴത്തേക്ക് താങ്ങാൻ പറ്റാതായിപ്പോയി. ഭയങ്കര ഒരു കണ്ടീഷനായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബായ്.